എന്താ നിങ്ങൾ ഷെയ്ഖുനായിൽ കണ്ട, അതായത് നിങ്ങൾ ദർസിൽ പഠിക്കുന്ന സമയത്ത് ഷെയ്ഖുനായിൽ കണ്ട നമുക്ക് ആ കണ്ട അത്ഭുതങ്ങൾ എന്തൊക്കെയാണ്? ഷെയ്ഖുനയുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക, എല്ലാ മനുഷ്യന്മാരെ പോലെ അല്ലല്ലോ ഷെയ്ഖുനയുടെ ജീവിതം. സാധാരണ ഉസ്താദ് മൂലിയാക്കന്മാരെ പോലെ അല്ല, ഈ കാലഘട്ടത്തിലെ മുസ്ലിയാക്കന്മാരെ പോലെ അല്ല. അവർ ആ കാലഘട്ടത്തിൽ കണ്ട വ്യത്യസ്തമായ അനുഭവങ്ങൾ എന്തൊക്കെയാണ് ഷെയ്ഖുനയുടെ ശൈലി? ഈ ഭാഗത്തിന്റെ വിഷയത്തിൽ, ഭക്ഷണത്തിന്റെ കാര്യത്തിൽ, മറ്റ് ദർസിന്റെ കാര്യത്തിൽ, ജീവിതത്തിന്റെ കാര്യത്തിൽ, മറ്റു ആളുകളോട് പെരുമാറുന്ന രീതിയിൽ ഞങ്ങൾക്ക് എങ്ങനെയായിരുന്നു? ഭക്ഷണത്തിന്റെ കാര്യത്തിൽ ഉസ്താദ് ലളിതമായിട്ടുള്ള ജീവിതമായിരുന്നു. പിന്നെ നോമ്പ് സന്നത്ത് നോമ്പൊക്കെ നോൽക്കും. അതുപോലെ തന്നെ പിന്നെ ഇന്ന ഭക്ഷണം കിട്ടണമെന്നുള്ള കൃത്യമൊന്നുമില്ല. അതുപോലെ പിന്നെ ആളുകളിൽ ഇടപെടുക എന്ന് പറഞ്ഞാൽ വളരെ പിന്നെ എല്ലാവരും വെച്ച് പിന്നെ വളരെ സൗഹൃദ. അക്കാലത്ത് തീരെ നിസ്കരിക്കാൻ ചെയ്യാത്ത ആളുകൾ വരെ പിന്നെ ദർസുമായിട്ടും ഉസ്താദുമായിട്ടും ബന്ധപ്പെട്ട് പിന്നെ പള്ളിയിൽ വരികയും നന്നായി നിസ്കരിക്കുകയും. ഉസ്താദിനെ എല്ലാവർക്കും ഈ നാട്ടുകാരനാണ്. നാട്ടുകാരനെന്ന് പറയുമ്പോൾ ഒരു ഏത് വണ്ടിയിലായാലും നാട്ടുകാരനെ അത്ര എല്ലാ ആൾക്കാർ മെയിൻറ്റാക്കുള്ളൂ. നാട്ടുകാരനൊരു രണ്ടാം നാട്ടുകാർ ചെറുപ്പത്തിലേ കണ്ടുപോലല്ലേ, അവനല്ലേ. ഞാനാണെങ്കിൽ അബൂബക്കറല്ലേ എന്ന് പറയും. എന്നാലും ഈ നാട്ടുകാർക്ക് വലിയ മതിപ്പായിരുന്നു, വലിയ സ്നേഹവും മതിപ്പുമായിരുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ഇവിടെ ഒരു വലിയ പ്രമുഖൻ. അക്കാലത്ത് ഇന്നത്തെ പോണല്ല, ദാരിദ്ര്യത്തിൻ്റെ കാലമാണ്. ദാരിദ്ര്യത്തിൻ്റെ അന്ന് പിന്നെ എന്തെങ്കിലും പിന്നെ ഒരു ഭക്ഷണമൊക്കെ പിന്നെ 2 നേരം ഭക്ഷണം കഴിക്കുന്ന വീട്ടുകാർ വളരെ കുറച്ചേ ഉണ്ടാവും. കാരണം പിന്നെ എല്ലാവരും അധികം ആളും കൃഷിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരാണ്. അതുപോലെ ഗൾഫൊന്നും ഇല്ലല്ലോ, കൃഷി തൊഴിലാളികളും കൃഷിക്കാരുമായിരുന്നു. അപ്പം അതുകൊണ്ട് മാത്രം ഉപജീവനം കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ പിന്നെ പണക്കാർ കുറച്ചേ ഉണ്ടാവും. ഇവരെ എല്ലാവർക്കും ഭയമായിരിക്കും, ഈ പണക്കാർ എല്ലാവർക്കും ഭയമായിരിക്കും. പിന്നെ അപ്പോൾ അന്നത്തെ ഒരു ധനാഢ്യൻ പിന്നെ സിഎമ്മുമായിട്ട് ദീനിയാവൽക്കാര്യത്തിൽ ഏറ്റുമുട്ടി. അപ്പോൾ ആ സംഭവത്തിൽ പിന്നെ നാട്ടുകാർ ഏത് പക്ഷത്ത് നിൽക്കണം എന്നുള്ളതിൽ അങ്കലാപ്പിലായിപ്പോയി. കാരണം സി എമ്മിൻ്റെ പക്ഷമാണ് ശരി എന്നുള്ളത് എല്ലാവർക്കും അറിയാം. പക്ഷേ മറ്റേ ആൾ പക്ഷത്ത് നിന്നില്ലെങ്കിൽ പിന്നെ പലതരത്തിലുള്ള വിഷമങ്ങളും ഉണ്ടാവും. ഇവൻ ജീവിതം വരെ മുട്ടുന്ന ആൾക്കാരുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഓലിക്കാണ് വയലും കൃഷിയും പണിയും പറമ്പുമൊക്കെ ഉള്ളത്. ഓല് പണിയെടുത്തില്ല, അങ്ങനെ ജീവിക്കും. ആ സമയത്ത് ആളുകൾ എന്നിട്ടും സി എം വലുതാൻ്റെ പക്ഷത്താണ് എന്നത്. ഒരു വയറ് സി എം ഇവിടെ ഈ മില്ലിൻ്റെ അടുത്ത് അന്ന് ഒരു വയറൊക്കെ നടത്തിയിരുന്നു. എതിർകക്ഷിക്കാരനായ ആൾ അയാളെ സ്വാധീനം ഉപയോഗിച്ച് ഷെയ്ഖുനാക്കെതിരെ പേര് ഷെയ്ഖുനാക്കെതിരൊന്നുമില്ല. പക്ഷെ ഒരു വയറ് അങ്ങോട്ട് നടത്തി. ആ വയറ് നടത്തിയതിൽ ഓരോന്ന് പ്രസംഗിച്ചത് പിന്നെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ കുന്നമംഗലത്തെ നേതാവ് ഭൂപതി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ജമാഅത്ത് ഇസ്ലാമിക്കാരൻ നിങ്ങൾക്ക് അറിയാമല്ലോ. ഭൂപതി ഭൂപതി എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്ന പിന്നെ ചെറിയ വ്യവസായങ്ങൾ, സോപ്പ് വ്യവസായം. അതുപോലെ തന്നെ അന്ന് വലിയ പണക്കാരോ ഒന്നാം കാലത്തുള്ള അതിൽപ്പെട്ട ഒരാൾ പ്രാസംഗികനൊക്കെ ഉണ്ട്. അയാളിപ്പം ജീവിച്ചിട്ടുണ്ടോ അറിയില്ല. പിന്നെ ഉണ്ടാകത്തെ 100 വയസ്സിനടുത്തുണ്ടോ. അയാളാണ് ഒന്ന് പ്രസംഗിച്ചിരുന്നത്. പിന്നെ അപ്പം പിന്നെ ഒരു മുസ്ലിയാരും പ്രസംഗിച്ചിരുന്നു. അപ്പോൾ ഏതായാലും അന്ന് എന്നിട്ട് വയറിന് പോകാൻ വിഷയം സാധാരണ വിഷയം തന്നെയാണ്. മറ്റൊന്നല്ല, ഞങ്ങൾക്ക് എതിർന്നൊന്നല്ല. ഒരു വയറിൽ ഒന്നു വെച്ചാൽ എത്ര ആൾ നമ്മൾ വയറ് നടത്തിയാൽ വരും എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് നടത്തിയത്. പക്ഷെ എന്ത് ചെയ്യില്ല, നാട്ടുകാരുടെ സഹകരണം ഉണ്ടായില്ല, സഹകരിച്ചില്ല. തന്നെയല്ല പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് പിന്നെ ഒരു നിക്കാഹ് നേരത്തെ നിങ്ങൾ കേട്ടില്ലേ, ഒരു നിക്കാഹിന് സി എം ഒരുപാട് പങ്കെടുക്കാതിരുന്നു. വഹാബിയുടെ അത് പിന്നെ അന്ന് പിന്നെ തലേ ദിവസം നിക്കാഹിൻ്റെ തലേ ദിവസം സി എം വലിയ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞല്ലോ. തലേ ദിവസം ആരോ ചെന്ന് സി എം വലിയനോട് പറഞ്ഞു, പിന്നെ നാളെ നിങ്ങൾ പേടിക്കണമെന്ന് പറഞ്ഞു. നാളെ നിങ്ങൾ ഉസ്താദ് പേടിക്കണമെന്ന് പറഞ്ഞു. ഗുണകാംക്ഷി എന്ന് പറഞ്ഞതാണ്.
നാളെ ഉസ്താദ് പേടിക്കണം. അതായത് പിന്നെ ഇയാളെ നിക്കാഹ് പങ്കെടുക്കാണ്ടിരിക്കല്ലേ ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ആക്രമണം വരെ ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ CM പറഞ്ഞു നാളെ നിങ്ങൾ പേടിച്ചോടിയെന്നാണ്. നിങ്ങൾ പേടിച്ചോടിയെന്നാണ്. സംഭവം അതുപോലെ ഉണ്ടായത്. അതായത് നിക്കാഹിന് പിന്നെ സമയമായപ്പോൾ ഈ പ്രഗത്ഭനായ ധനാഢ്യൻ്റെ ജ്യേഷ്ഠൻ, അയാൾ കോഴിക്കോടിലെ പ്രസിദ്ധനായൊരു സ്വാധീനമുള്ള മനുഷ്യനാണ്. പേര് നമ്മൾ പറയണ്ട, പേര് സ്വകാര്യം പറയുന്നുണ്ട്. അപ്പോൾ അയാൾ പിന്നെ അന്ന് കാറൊക്കെ വളച്ചെടുക്കാമായിരുന്നു. നിക്കാഹ് നടക്കുന്ന ആ മടവൂര അവിടെ തോട്ടിൻ്റെ അടുത്ത് ഒരു പള്ളിയുണ്ട്. ആ പള്ളിൻ്റെ അടുത്ത് വന്ന് ഇറങ്ങി. അവിടെ നിന്നാണ് നിക്കാഹ്. പിന്നെ വന്നിറങ്ങിയപ്പോൾ ആരോ പറഞ്ഞു പിന്നെ CM പങ്കെടുക്കൂല നിക്കാഹിന് പറഞ്ഞു. അപ്പോൾ ഇയാൾ നല്ല സുന്നത്ത് ജമാഅത്തിൻ്റെ ഒരു കാവൽക്കാരനായി ഈ വന്നിറങ്ങിയ ആൾ. പിന്നെ ഈ പറഞ്ഞ ധനാഢ്യൻ്റെ ജ്യേഷ്ഠനുമാണ്. പക്ഷെ അയാൾക്ക് സുന്നത്ത് ജമാഅത്തിനോട് വലിയതാണ്. ആ കാലത്ത് സുന്നി പണ്ഡിതന്മാർ AP ഉസ്താദ് EK പോലത്തെ ആളുകളൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് കണ്ണന പ്രസംഗവും മറ്റൊക്കെ നടത്തുന്നതിൽ മുമ്പന്തിയിൽ നിൽക്കുന്ന ആളാണ് ഇയാൾ, ഹാജിയർ. അപ്പോൾ ആരോ പറഞ്ഞു പിന്നെ കാർ നിർത്തിയപ്പോൾ എന്ന് പറഞ്ഞ പോലെ പിന്നെ CM പങ്കെടുക്കൂല എന്ന് പറഞ്ഞു. ഒരു പങ്കെടുക്കൂലെന്ന് വെച്ചു. സാധാരണഗതിയിൽ എൻ്റെ അനുജൻ്റെ, ഞാനാണെങ്കിൽ എൻ്റെ അനുജൻ്റെ മോളെ നിക്കാഹാണ് നടക്കുന്നതിൽ നിങ്ങളുടെ പേരുന്നെയും സിറാജുദ്ദീൻ പങ്കെടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അഭിമാന പ്രശ്നമല്ലേ. അപ്പോൾ ഞാൻ എന്താ ചെയ്യുക? എന്നാൽ പിന്നെ ഞാൻ നടത്തി നോക്കട്ടെ. സിറാജുദ്ദീൻ പങ്കെടുക്കണ്ടെന്നല്ലേ തോന്നുക. പക്ഷേ മൂപ്പര് ഉടനെ പറഞ്ഞ വാക്കെന്താ അറിയോ? CM പങ്കെടുക്കൂലെങ്കിൽ ഞാനും പങ്കെടുക്കൂല എന്ന് പറഞ്ഞു. CM പങ്കെടുക്കൂല, ഞാനും പങ്കെടുക്കൂല. സ്വന്തം ജ്യേഷ്ഠനായി പറയുന്നത്. ഇതിൽ ആളുകൾ ഞെട്ടിപ്പോയി. അതായത് ഈ വഹാബിയുടെ ജ്യേഷ്ഠൻ സുന്നത്ത് ജമാഅത്തിന്റെ ആളാണ്. ജ്യേഷ്ഠനല്ല, വഹാബിന്റെ അല്ല. ഈ ധനാഢ്യനായ അയാളെ മോളെ കെട്ടിക്കുന്നത്. കെട്ടുന്ന ആളാണ് വഹാബി. കെട്ടുന്ന ആളാ വഹാബി. എന്തായാലും ഷെയ്ഖുനാണ് നിക്കാഹ് കൊടുക്കേണ്ടത്. അപ്പോൾ ഷെയ്ഖുനെ CM പങ്കെടുക്കൂല, ഞാനും പങ്കെടുക്കൂല എന്ന് പറഞ്ഞു. അപ്പം ആളുകൾ ഞെട്ടിപ്പോയി. അപ്പോൾ ഇയാൾ പങ്കെടുത്തില്ല, പിന്നെ നിക്കാഹ് പിന്നെ അടക്കുകയില്ലല്ലോ. അത്രയും പ്രഗത്ഭനാണ് മറ്റേ ആള്. പിന്നെ അതുപോലെ പിന്നെ ഇയാൾ പിന്നെ എന്തിനു പറ്റൂ? അഞ്ചം പിന്നെ എന്തിനു പറ്റൂ? ഏട്ടൻ പങ്കെടുത്തില്ല, തിരിച്ചു പോയി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പോകാന്ന് പറഞ്ഞത്. അപ്പോൾ ഉടനെ പിന്നെ ഈ കെട്ടുന്നവൻ്റെ വാപ്പ ചെന്നിട്ട് കരഞ്ഞോട്ട് അവരോട് പറഞ്ഞ പോലെ ഞാൻ വഹാബിയല്ല, പിന്നെ ഈ ഹുസൈൻ ഈ ജ്യേഷ്ഠൻ്റെ അടുത്ത് ഞാൻ വഹാബിയല്ല, ജമാഅത്തുമല്ല, ഞാൻ സുന്നിയാണേ എന്ന് പറഞ്ഞോലെ. ആര്? ഈ കെട്ടുന്നവൻ്റെ വാപ്പ എന്ന് പറഞ്ഞതിന് ശേഷം ആണ് ആര് വന്നത്? ഈ ജ്യേഷ്ഠൻ വന്ന് നിക്കാഹിൻ്റെ കൂടി കളിക്കുകയും ചെയ്തു. അപ്പോൾ തലേ ദിവസം ഉസ്താദ് പറഞ്ഞ വാക്ക് അന്വർത്ഥമായി എന്നാണ് ഞാൻ പറയുന്നതിന് ഉദാഹരണമാണ് പറഞ്ഞത്. ഉസ്താദ് എന്താ പറഞ്ഞ തലേ ദിവസം? നാളെ നിങ്ങൾ പേടിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഉസ്താദ് എന്താ പറഞ്ഞത്? നിങ്ങൾ പേടിക്കണം, നിങ്ങൾ നാട്ടുകാർ പേടിച്ചോളി എന്നാണ് പറഞ്ഞത്. നിങ്ങൾ പേടിച്ചോളിയെന്ന്. യഥാർത്ഥത്തിൽ പേടിച്ചാൽ നാട്ടുകാരല്ലേ പേടിച്ചത്. ഇയാൾ പങ്കെടുത്തില്ല, നിക്കാഹ് നടക്കൂലല്ലോ, നാട്ടുകാരല്ലേ പേടിച്ചത്. അപ്പം അതായിരുന്നു ഉസ്താദിൻ്റെ അന്നേയുള്ള കറാമത്തിൻ്റെ ഒരു കറാമത്തായിട്ട് ആരും കണക്കാക്കുന്ന. അന്നൊക്കെ ഒരു ഒരാളിനോട് ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ കാലം മാത്രം പറഞ്ഞാൽ പോരാ. പിന്നെ അന്ന് വല്ലാത്തൊരു സ്വാധീനമായി ഈ പണക്കാർക്ക് അന്ന്. കാരണം അവരെ കൊണ്ടാണ് മറ്റുള്ളവർ ജീവിക്കുന്നത്. അത് കൈക്കോട്ടും കൊണ്ട് ഓൻ്റെ വീട്ടിൽ പോയിട്ട് പണിയെടുത്തിട്ടാണ് ജീവിക്കേണ്ടത്. കൂലി വാങ്ങണം. അത് വേറെ ആർക്കും പണി ഉണ്ടാവില്ല. എല്ലാവരും കർഷകരും തൊഴിലാളികളാണെങ്കിൽ പിന്നെ മറ്റും ഉണ്ടാവുമോ? പിന്നെ ഉണ്ടാകാൻ പണിയെടുപ്പിക്കാൻ മുതലാളി കനിയണം. അതാണ് ഇപ്പം ബാലുശ്ശേരി കുറ്റ്യാടി പോലത്തെ സ്ഥലങ്ങളിലൊക്കെ സുന്നത്ത് ജമാഅത്തിന് സ്വാധീനം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു കാരണം അതാ. അതായത് അത് നിങ്ങൾ പോയിട്ട് മനസ്സിലാക്കിയേക്കുന്നല്ല. അതായത് ബാലുശ്ശേരി എന്ന സ്ഥലവും ബാലുശ്ശേരി ടൗണിൻ്റെ നല്ലൊരു ഭാഗം ഇന്നും കൊല്ലങ്കണ്ടി എന്ന് പറഞ്ഞൊരു കുടുംബത്തിൻ്റെ നന്മണ്ടുള്ള ഈ കൊല്ലങ്കണ്ടി മുജാഹിദ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബാലുശ്ശേരി ഭാഗത്ത്
പിന്നെ ബാലുശ്ശേരി ടൗണിൽ മുസ്ലിങ്ങൾക്ക് പിന്നെ സുന്നിക്ക് പള്ളിയില്ലാണ്ടായിപ്പോയി. ഈ പഠിച്ച എപ്പിസ ഒരു പള്ളി ഉണ്ടാക്കിയ ആൾ 10 കൊല്ലം മുമ്പ്. അതുപോലെ പള്ളിയില്ല ഞങ്ങളുടെ. അതെ 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 അതെ. അതുപോലെയാണ് കുറ്റിയാടി പ്രഗത്ഭരായ ചില പണക്കാരുണ്ട്, ബാക്കിയുള്ളതൊക്കെ പാവങ്ങളും. അതുകൊണ്ട് തന്നെ കുറ്റിയാടി വലിയ സ്വാധീനം എപ്പിസ് പേരോട് വരുന്നവരെ വലിയ സ്വാധീനം. അതെ. പിന്നെ അതായത് പിന്നെ സി എം വലിയുള്ളേ അടുത്തുനിന്ന് അവസാനം ദർസ് നിർത്തി വേറെ ദർസിലോട്ട് പോയല്ലോ. പിന്നെ അതിന് ശേഷം അപ്പോൾ സി എം വലിയുടെ പോകുന്ന സമയത്ത് ഭൗതികം പഠിക്കാൻ പോകുന്നുണ്ടായിരുന്നു കുട്ടികളോ? നിങ്ങൾ സ്കൂളുണ്ടായിരുന്നു അന്നേരം സ്കൂളിൽ നിന്ന് ഞാൻ പിന്നെ ഒഴിവായതിൻ്റെ ശേഷം ഞാൻ 7ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ സ്കൂളിൽ. അപ്പോൾ അന്നേരം ദർസിൽ തന്നെ പഠിച്ച്. പിന്നെ പോയ ദർസിലും മാത്രമേ എടുത്തു, സ്കൂളൊന്നും പഠിച്ചില്ല അക്കാലത്ത്. ഇനി ഷെയ്ഖുനായുടെ ജീവിതത്തിൽ കണ്ട നിങ്ങളുടെ കുടുംബം അനുഭവിച്ച വലിയ കറാമത്തുകൾ എന്തെങ്കിലും പറയാനുണ്ടോ? അല്ലെങ്കിൽ ഉപ്പായിട്ട് പോയപ്പോൾ ഉപ്പ അനുഭവിച്ചതോ ഉപ്പ പറഞ്ഞതോ? അതെ, ഉപ്പയ്ക്ക് ധാരാളം അനുഭവങ്ങളുണ്ട്. പിന്നെ ഉപ്പ കഴിച്ച് വളരെ ഉപ്പാനോട് വലിയ ഇതായിരുന്നു. പിന്നെ ഉപ്പാക്ക് വയറ്റിൽ വേനുണ്ടായി. അപ്പോൾ പിന്നെ ഡോക്ടർമാർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഉസ്താദിൻ്റെ സമ്മതം കിട്ടിയാലേ വാപ്പ ഓപ്പറേഷൻ ചെയ്യാൻ സമ്മതിക്കുകയുള്ളൂ. ക്യാൻസറായിരുന്നു. അങ്ങനെ ഉസ്താദിൻ്റെ അടുത്ത് പോയി. ഞാനും ബാപ്പയും കൂടിയാണ് പോയത്. ഉസ്താദിനോട് പിന്നെ ഞാൻ ഡോക്ടറിനെ ഓപ്പറേഷൻ ചെയ്യാൻ പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് മറുപടി പറഞ്ഞില്ലായിരുന്നു. ചെയ്തോളാനും ചെയ്യണ്ടെന്നും പറഞ്ഞില്ല. പല തവണ വാപ്പ എല്ലാ വിഷമമുണ്ട്, ഡോക്ടറിനെ ഓപ്പറേഷൻ ചെയ്യാൻ പറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചെയ്യണ്ടെന്ന് പറഞ്ഞില്ല. ഓപ്പറേഷൻ ചെയ്ത് പക്ഷെ അതിൽ ഫലം ഉണ്ടായില്ല. പിന്നെ അതാണ് ഒരു പറഞ്ഞാൽ വാപ്പ അനുസരിക്കും. അപ്പം അതാ ചെയ്യണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വാപ്പക്ക് അതിൽ മരിച്ചാൽ ഞങ്ങൾ വിചാരിക്കും ഉസ്താദ് പറഞ്ഞിട്ടല്ലേ നമ്മൾ ചെയ്യാണെന്നത്. ചെയ്തിരുന്നെങ്കിൽ വാപ്പ രക്ഷപ്പെടുകയെന്ന് നമ്മൾ വിചാരിക്കൂലേ. അപ്പം ഉസ്താദ് എന്തെങ്കിലും രണ്ടും പറഞ്ഞില്ല, ഒന്നും വേണ്ടിയില്ല. ചെയ്യണമെന്നൊന്നും പറഞ്ഞില്ല. പിന്നെ അങ്ങനെ വയ്യ ഓപ്പറേഷൻ ചെയ്ത് ഡോക്ടർമാർ പിന്നെ കൈ കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെന്ന് അത് സുഖമായി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചെന്ന് പറഞ്ഞപ്പോൾ അത് സുഖമായി ഇല്ല. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് ഫലപ്പെട്ടില്ല. അങ്ങനെ വീണ്ടും വേദന തുടങ്ങിയപ്പം ഞാൻ ചെന്ന് പറഞ്ഞതാ വാപ്പ് തീരെ സുഖമല്ല, ചെയ്തിട്ടൊന്നും സുഖം ഉണ്ടായില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അത് സുഖമായി കുറച്ച് അടുത്ത ദിവസം മരിക്കുകയും ചെയ്തു. അത് സുഖമായി. ഇതാണ് അനുഭവങ്ങൾ പല അനുഭവങ്ങളുണ്ട്. പെട്ടെന്ന് ആയതുകൊണ്ട് ഞാനൊന്നും പിന്നെ ഓർമ്മിച്ച് വെക്കുന്നില്ല. പല അനുഭവങ്ങൾ നാട്ടുകാർക്ക് ഉണ്ട്. ഏതായാലും അൽഹംദുലില്ലാ ഈ സമയം നമ്മളോടൊപ്പം ചിലവഴിച്ചല്ലോ. ഷെയ്ഖുനായ നല്ല തിരക്കുണ്ടായിരുന്ന സമയമാണ് നമ്മൾ വന്നത്. ഏതായാലും സി എം വലിയുള്ളാഹിയെ ദർസിൽ പഠിക്കാനും അവിടുത്തെ ശിഷ്യനാവാനൊക്കെ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഒരാളാണ് നമ്മുടെ ഉസ്താദ്. ഏതായാലും പിന്നീട് മാഷി ഷെയ്ഖുന എന്നെ വേറെ ദർസിലേക്ക് പറഞ്ഞയക്കുകയും അവിടെ പോയി 2 കൊല്ലം കൂടെ ഓതി അല്ലേ? 2-3 കൊല്ലം ഓതി. 6 കൊല്ലത്തോളം അതെ അതെ അതെ. ഖത്തറമേല അല്ല, പൂനൂർ കുഞ്ഞിബ്രാഹിം മുസ്ലിയാരുടെ അടുത്ത് വലിയ മഹാനവറുകളാണല്ലേ. ഏതായാലും ഇൻഷാ അല്ലാഹ് സി എം വലിയുള്ളാഹി അവിടുത്തെ ദർസിൽ പഠിക്കുന്ന ദർസ് കാലത്ത് ഷെയ്ഖുനായുടെ ദർസ് കാലത്ത് മുത്തഅല്ലിമീങ്ങളോട് അല്ലെ ഇബാദത്തിന്റെ വിഷയത്തിലും മറ്റു വിഷയത്തിലൊക്കെ കർശനമായിരുന്നു. അൽഹംദുലില്ലാ. ഏതായാലും അങ്ങനെ അനുഭവിക്കാനും ആ ശിഷ്യത്തിൽ വളരാനും ഒക്കെ ഭാഗ്യം കിട്ടിയവരാണ് ഇവരൊക്കെ. അള്ളാഹു ഏതായാലും നാളെ ഷെയ്ഖുനയോടൊപ്പം സ്വർഗത്തിൽ ഒരുമിക്കാൻ അള്ളാഹു നമുക്ക് ഭാഗ്യം തരട്ടെ. നിങ്ങളുടെ നാട്ടിലും സി എം വലിയുള്ളാഹിയെ അനുഭവിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെറിയ അനുഭവമാവട്ടെ വലുതാവട്ടെ, തീർച്ചയായിട്ടും നമുക്ക് കാഫിലയിലൂടെ ഷെയ്ഖുനയെ കാണാൻ ഭാഗ്യം കിട്ടാത്ത നമ്മളെപ്പോലുള്ള ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ അൽഹംദുലില്ലാ എത്രയോ സന്തോഷമാണ്. അതിന് നമുക്ക് ഒരുമിച്ച് നിൽക്കാം ഇൻഷാ അല്ലാഹ്. ഷെയ്ഖുനയുടെ കൂടുതൽ അനുഭവങ്ങൾ കാഫിലയോട് വരും. നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യുക,
കൂടുതൽ ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും സലാം. ഉസ്താദ് പ്രത്യേകം ദ്വാരക്കും കേട്ടോ. കണ്ടതിലും വന്നതിലൊക്കെ സന്തോഷം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മലബോധം തന്നു മദിനമ്മിൽ വന്നു